Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ, നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. പൊട്ടാറ്റോ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാണുള്ളതല്ലേ? എൻ്റെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് പൊട്ടാറ്റോ. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു ഫ്ലേവറും കിട്ടുന്നുണ്ട്, നല്ല വെറൈറ്റി ടേസ്റ്റുമാണ് ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ കിട്ടുന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇൻഗ്രീഡിയൻസ് നോക്കിക്കോളൂ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 പൊട്ടാറ്റോയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് വലിയ പൊട്ടാറ്റോയും 2 മീഡിയം ടൈപ്പ് പൊട്ടാറ്റോയാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഞാൻ കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ചെടുത്തിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടെടുത്തിട്ടാണ് ഇതിനെ 3 വിസിൽ ആവുന്നത് വരെ വേവിച്ചെടുക്കുന്നുള്ളത്. നല്ലപോലെ വെന്ത് കിട്ടണം. എന്നിട്ട് വേണം നമുക്ക് ഇതിനെ ഉടച്ചെടുത്തിട്ട് അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഇതിനെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 3 വിസിലാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു സ്മാഷർ വെച്ചിട്ട് അതിനെ നല്ല പോലെ ഉടച്ചെടുക്കാം. നമ്മളുടെ കയ്യിൽ തവ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉടച്ചെടുത്താലും മതി. നല്ല പോലെ ഉടച്ചെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളത്. നല്ല പോലെ സ്മാഷ് ചെയ്ത് എടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് പിന്നീട് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു ചെറിയതായിട്ടുള്ള ഓനിയനും പിന്നെ മല്ലിയിലും മാത്രമാണ് കേട്ടോ. ഇതിനെ ചെറുതായി നുറുക്കി അരിഞ്ഞെടുത്തതിന് ശേഷമാണ് ഞാൻ ഈ സവാളനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അതുപോലെ തന്നെ മല്ലിയിലയും ഒരു പിടി മല്ലിയില ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് കുറച്ച് കുമിൻ സീഡിലെ നല്ല ജീരകം, ആ ജീരകമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് പെപ്പർ പൗഡറില്ലേ, അതാണ്. ഈ പെപ്പർ പൗഡറിന് പകരം നമ്മൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിന് ഒഴിവാക്കിയിട്ടാണ് ഞാൻ പെപ്പർ പൗഡർ ഇട്ടുകൊടുത്തിട്ടുള്ളത്. പിന്നീട് കോൺഫ്ലവർ പൊടിയാണ് 1/4 കപ്പ് ഇട്ടുകൊടുത്തിട്ടുള്ളത്. പിന്നെ 1/4 കപ്പ് തന്നെ റവയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ബ്രെഡിൻ്റെ സ്ലൈസാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂണ് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ കുഴച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളം വേണ്ടാന്ന് തോന്നുന്നുള്ളവർ അത് ഒഴിവാക്കാം കേട്ടോ. ഇത് ഡ്രൈ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ ആകുമ്പോൾ വെള്ളം ഒഴിച്ചെടുത്താൽ മതി. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകരുത്. വെള്ളത്തിൻ്റെ അളവ് കൂടിയാൽ ഇത് ലൂസ് കൺസിസ്റ്റൻസി ആവും. ഇതിൽ ഈ പൊട്ടാറ്റോൻ്റെ വെള്ളം മാത്രം മതി ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും മതി. നമ്മളുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിനെ ഓരോ ബോൾസ് ആക്കിയിട്ട് ഞാൻ ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ നമ്മൾക്ക് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. അങ്ങനെ ചെയ്തെടുക്കുമ്പോഴത്തേന് നമ്മൾക്ക് ഒരു 2-3 ട്രിപ്പ് ഇട്ട് എടുക്കാനേ ഉള്ളൂ ഓയിലിലേക്ക്. ഒരു പാൻ അടുപ്പത്ത് വെച്ചെടുത്തിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത്. അത് നല്ല ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇവിടെ ബോൾസാക്കി വെച്ചിട്ടുള്ള ഈ മാവിനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അപ്പോഴത്തേനും ഇത് ഫ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് ഇതിനെ ഫ്രൈ ആക്കി എടുക്കാൻ. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഒരിക്കലും ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഇത് 2 സൈഡിലും ഒരുപോലെ മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സൈഡിൽ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് മൊരിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് വെന്ത് കാണില്ല. ഇത് പിന്നെ ചൂടോട് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ. അത് തണുക്കും തോറും ക്രിസ്പി കൂടി വരാണ്. നമ്മൾക്ക് സാധാരണ സ്നാക്സൊക്കെ അത് തണുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ക്രിസ്പിയൊക്കെ പോവാറില്ലേ, പക്ഷേ ഇത് അങ്ങനെയല്ല. തണുക്കും തോറും നല്ല ക്രിസ്പി ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ചൂടോടെ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് പോലെ ആയിട്ടൊക്കെ തോന്നും, പക്ഷേ അങ്ങനെ കഴിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ്. ഇത്രയേ ഉള്ളൂ നമ്മളുടെ
പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കെച്ചപ്പ് കൂട്ടിയിട്ടോ അതോ സോസ് കൂട്ടിയിട്ടോ അല്ലെങ്കിൽ വെറുതെ തന്നെ കഴിക്കാനോ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. ഇത് ഒറിഗാനൊക്കെ ഇട്ടിട്ട് കഴിക്കുന്നില്ലേ, അതിൻ്റെയൊക്കെ ഫ്ലേവറാണ് കേട്ടോ ഇത് നമുക്ക് കഴിക്കുമ്പോൾ കിട്ടുന്നുള്ളത്. നമ്മൾ പെപ്പർ പൗഡർ ഇട്ട കാരണം നല്ല ഫ്ലേവർ തന്നെ ഇനി നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് നല്ല കറുമുറാന്ന് ഇരിക്കുന്നുള്ളത് കേട്ടോ. ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ട്. ഇതിൻ്റെ പുറമെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ട്. ഇത് പ്ലേറ്റിലേക്ക് തട്ടുമ്പോൾ നല്ല ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കേട്ടോ. പൊട്ടാറ്റോ കൊണ്ട് ഇവിടെ എന്തുണ്ടാക്കിയാലും ഒരുപാട് കഴിക്കും മക്കളൊക്കെ. അത്രയ്ക്കും ഇഷ്ടമാണ് പൊട്ടാറ്റോ വെച്ച് എന്തുണ്ടാക്കിയാലും. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ ഞാൻ എന്നും പറയാറുള്ളത് പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വേണ്ടവർ അതൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആകും. ഇതുപോലത്തെ ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇതിനു മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക്. പ്ലേലിസ്റ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് ചാനലിൽ. സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടണേ. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.